ഇതിന് ഇനിഷ്യലായിട്ട് ഒരു വലിയ തുക ഇടുന്ന ഒരാൾക്കാരാണ്. അപ്പം നമ്മുടെ ടോട്ടൽ 20 lakhs ആയിരുന്നു. 20 lakhs ദർംസിലോട്ട് നമ്മൾ ടോട്ടൽ വർത്ത് പോയായിരുന്നു. അപ്പോൾ 2020 ആയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 25 lakhsലോട്ട് ഇതിൻ്റെ ടോട്ടൽ വാല്യുവേഷൻ എത്തി. നമുക്ക് ഇൻവെൻട്രി, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം കൂടുതൽ സാധനം മേടിച്ച് നമുക്ക് 25 lakhലോട്ട് എത്തി. നമുക്ക് കൂടുതൽ പൈസ വേണം. കൂടുതൽ പൈസ വരുമ്പോൾ 2020 വെഞ്ചർ ക്യാപിറ്റലിനെ നമ്മൾ, അതായത് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫണ്ട് തരുന്ന ആൾക്കാരോട്, വലിയ വലിയ ഫണ്ട് തരുന്ന ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. എന്ന് വെച്ചാൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അവരെന്ത് ചെയ്തു, അവരപ്പോൾ പറഞ്ഞു 40% അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പം 40% അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 10 ലക്ഷം ദിർഹംസോളം 22% വെച്ചിട്ട് 2 വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് നമ്മൾ കൊടുത്തു. അപ്പം അവരുടെ 22.5%, എൻ്റെ 27.5%, എൻ്റെ പാർട്ട്ണറിന് 27.5%. അപ്പോൾ ഏകദേശം 15 ലക്ഷം ദിർഹംസോളം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ വർത്ത് ആ സമയത്ത് 25,000 ആയിരുന്നു. നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപയും കൂടെ കിട്ടി. ടോട്ടൽ 40 lakh ദിർഹംസിൻ്റെ ഒരു കമ്പനിയായിട്ട് ഇത് മാറി. അപ്പം നമുക്കിത് ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇതിന് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 ഷോപ്പോളം നമ്മൾ ടോട്ടൽ ആ ഒരു പൈസ കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന് 2020 മുതൽ 2024 വരെ റൺ ചെയ്തു. അപ്പോൾ 2024 വരെ റൺ ചെയ്തപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റായി. അതിന് കൂടുതൽ കസ്റ്റമേഴ്സായി, കൂടുതൽ റവന്യൂ ആയി, കൂടുതൽ കാര്യങ്ങളായി. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ അപ്പം ഇവർക്കൊക്കെ നമ്മുടെ പൈസ ഇങ്ങനത്ത് കിടക്കും. നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണല്ലോ, വരുന്ന പൈസ തിരിച്ചിങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലേ കമ്പനി വളരത്തുള്ളൂ. അങ്ങനെ ഒരു സർട്ടൺ പോയിന്റ് എത്തുമ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ബോർഡ് മീറ്റിങ്ങിൽ അവർ പറയും, നമുക്കിതിന് സ്റ്റോക്ക് പുറത്ത് വയ്ക്കാം, നമുക്ക് ഇനിയും എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പം UAE മാത്രമുള്ളായിരുന്നു, UAE മാത്രം 15 ഷോപ്പായി. സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ ഇതിന് ഓരോരോ ഷോപ്പ് ഇടണം, ഇന്ത്യയിലൊരു ഷോപ്പ് ഇടണം. അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ബോർഡ് മീറ്റിങ്ങിൽ നമുക്കിത് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യാമെന്ന് പറയും. അവിടെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് ഇടുന്നത്, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സൊക്കെ എൻ്റർ ആകുന്നത്. അപ്പം എന്ത് ചെയ്യും, ഇവരെല്ലാവരും 10% വെച്ചിട്ട്, അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് 2 പേരും 10 വെച്ചിട്ട്, ഞാനും എൻ്റെ പാർട്ട്ണറും 10%, ടോട്ടൽ 40% നമ്മൾ പുറത്ത് വയ്ക്കും. അപ്പോൾ 40% പുറത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷന് 4 വർഷം കൊണ്ട് നമ്മളത് 50 lakh ദിർഹംസിൻ്റെ കമ്പനിയാക്കി മാറ്റി. അപ്പം ഈ 50 lakh ദിർഹംസിൻ്റെ നമ്മൾ 40% പുറത്ത് വിറ്റു. എന്നിട്ട് കുറേ അതിൻ്റെ ക്രൈറ്റീരിയസും കുറേ അതിൻ്റെ പ്രൊസീജിയേഴ്സും ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് മൊത്തം നമ്മൾ തീർത്തിട്ട് നമ്മൾ ദുബായിലാണെങ്കിൽ SCA ആണ്, സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അതോറിറ്റിയുടെ അണ്ടറിൽ, അതൊരു ബാങ്ക് ത്രൂ നമ്മൾ വാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് മൊത്തം അവർക്ക് കൊണ്ട് കൊടുക്കുക. അവരത് വാലുവേറ്റ് ചെയ്തിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിന് കറക്റ്റ് വാലുവേഷൻ ആണ് എല്ലാം നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഈ ഫുൾ അതിന് വലിയ പ്രൊസീജിയറാണ്. അതെല്ലാം കൊടുത്തിട്ട് ഇവർ ലിസ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്ന കമ്പനീസാണ് ഇപ്പോൾ സാലിക്ക് വന്നു, ദീവ, പിന്നെന്താണ് ഇപ്പം പാർക്കിങ് വന്നു, ഇപ്പം ഡെലിവറോ, പിന്നെ അങ്ങനെ എല്ലാ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും ഈ രീതിയിലാണ് IPO വരുന്നത്. അപ്പോൾ